അല്ലെങ്കിൽ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഡിസ്ക്രട്ടൈസേഷൻ അല്ലെങ്കിൽ കൺസെപ്റ്റ് ഹൈറാർക്കിയാണ്. അതായത് ഡിസ്ക്രട്ടൈസേഷൻ പറഞ്ഞത് നമുക്കുള്ള ഡാറ്റാസിനെ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഗ്രൂപ്പാക്കി ഡിവൈഡ് ചെയ്യുന്നു. അതായത് ഇപ്പോൾ നമ്മൾക്കുള്ള ന്യൂമറിക്കൽ വാല്യൂ ആയിക്കോട്ടെ അതിനൊരു ഹൈ ലെവൽ വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. അതായത് ഇപ്പോൾ ഏജ് എന്ന് പറയുന്നതാണെന്ന് വിചാരിക്കാം. അപ്പോൾ ഏജ് ആണ് നമ്മളുടെ ഒരു അട്രിബ്യൂട്ട്, നമ്മുടെ ഡാറ്റ ഒരു അട്രിബ്യൂട്ടിലുള്ള വാല്യൂസ് എന്ന് പറഞ്ഞാൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഏജ് ആണ്. അതായത് നിങ്ങളുടെ സ്റ്റുഡൻസിൻ്റെ ഏജ് ഒരു അട്രിബ്യൂട്ട് ആണെങ്കിൽ നമ്മൾ അതിനെ ഡിസ്ക്രട്ടൈസ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ ഗ്രൂപ്പ് ചെയ്യാമെന്നാണ് അർത്ഥം. അതായത് നമ്മൾ പറയുകയാണ്, നമ്മൾ ഗ്രൂപ്പ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ 10 to 20 അങ്ങനെ ക്ലാസിഫൈ ചെയ്യുക. ഇപ്പോൾ എന്താ പറയുക, ബിലോ 18 അല്ലെങ്കിൽ 15 to 20 യൂത്താണ്, അല്ലെങ്കിൽ 15 to 30 യൂത്താണ്, 30+ മിഡിൽ ഏജ്, 50+ എൽഡർ പീപ്പിൾ. സോ അങ്ങനെ നമ്മൾ ഗ്രൂപ്പ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡിസ്ക്രട്ടൈസേഷൻ എന്ന് പറയുന്നത്. So, technique are used to divide the attribute of continuous nature into data with intervals. അതായത് നമ്മുടെ കണ്ടിന്യൂസ് ഡാറ്റയ്ക്ക് പകരം നമ്മൾ ഇൻ്റർവൽ ആയിട്ടുള്ള ഡാറ്റാസ്, അതായത് 1 to 10 അല്ലെങ്കിൽ 10 to 20, 30 to 40 അങ്ങനെ ഇൻ്റർവൽസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നതിനെയാണ് നമ്മുടെ ഡാറ്റ ഡിസ്ക്രട്ടൈസേഷൻ എന്ന് പറയുന്നത്. കൺസെപ്റ്റ് ഹൈറാർക്കി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഈ ഇൻ്റർവലായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിനൊരു ഹൈ ലെവൽ ഡാറ്റയാക്കി കൺവേർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ 15 to 20 എന്ന് പറയുന്നത് നമ്മൾ ഡിവൈഡ് ചെയ്ത് കളഞ്ഞു. അതായത് നമ്മുടെ ഏജ് ഗ്രൂപ്പ് എന്നുള്ളത് 20, ഈച്ച് ന്യൂമറിക്കൽ വാല്യൂവിന് പകരം നമ്മൾ ഏത് ക്ലാസ്, ഏത് ഇൻ്റർവെല്ലാണ് ഇൻക്ലൂഡഡ് ആയിരിക്കുന്നതെന്നാണ് നമ്മൾ അവിടെ നോക്കുന്നത്. അപ്പോൾ നമ്മൾ എന്നിട്ട് എന്താ പറയുന്നത്, അതിനെ നമ്മളൊരു ഹയർ ലെവൽ വാല്യൂ അല്ലെങ്കിൽ ഇൻഫോർമേഷനിലേക്ക് കൺവേർട്ട് ചെയ്യാണ്. ഏജ് അല്ലെങ്കിൽ യങ്, മിഡിൽ അല്ലെങ്കിൽ സീനിയർ സിറ്റിസൺ. സോ ഇങ്ങനെ കൺവേർഷൻ നടത്തുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കൺസെപ്റ്റ്, അതിനെയാണ് നമ്മൾ ഡിസ്ക്രട്ടൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് 2 ടൈപ്പ് ഓഫ് ഡിസ്ക്രട്ടൈസേഷൻ ഉണ്ട്. അതായത് നമ്മുടെ ന്യൂമറിക്കൽ സെറ്റ് ഓഫ് വാല്യൂവിനെ ഒരു സെറ്റ് ഓഫ് ഇൻ്റർവൽസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. എന്തെങ്കിലും ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഗ്രൂപ്പ് ചെയ്ത് അതിനെ ഒരു ഇൻ്റർവലായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ, അതിനെയാണ് നമ്മൾ ഡിസ്ക്രട്ടൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, 2 ടൈപ്പ് ഓഫ് ഡിസ്ക്രട്ടൈസേഷൻ ഉണ്ട്. ഫസ്റ്റ് വൺ ഈസ് ടോപ്പ് ഡൗൺ ഡിസ്ക്രട്ടൈസേഷൻ. ടോപ്പ് ഡൗൺ ഡിസ്ക്രട്ടൈസേഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഇനീഷ്യലി കുറേ സെറ്റ് ഓഫ് വാല്യൂസ് ഉണ്ട്. സോ നമ്മൾ എന്താ നോർമലി ചെയ്യുന്ന പോലെ തന്നെ വാല്യൂസ് മാത്രമാണ് ഉള്ളത്. നമ്മൾ എന്താ ചെയ്യുന്നത്, അതിനെ നമ്മൾ ഓരോ ഇൻ്റർവലായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു ബ്രേക്ക് പോയിൻ്റ് അല്ലെങ്കിൽ സ്പ്ലിറ്റ് പോയിൻ്റ് വെച്ചിട്ട് നമ്മൾ എന്താണ് ഇൻ്റർവലായിട്ട് ഗ്രൂപ്പ് ചെയ്യുന്നു. ഇപ്പം ഞാൻ പറയുകയാണ്, എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു 1 to 20 എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് വാല്യൂ ഉണ്ട്. ഓക്കെ, അതിനെനിക്ക് ഡിസ്ക്രട്ടൈസ് ചെയ്യണം എന്നാണ്, എന്താ ഇൻ്റർവൽ ആക്കണം എന്നാണ് അർത്ഥം. സോ ഇൻ്റർവൽ ആക്കണമെങ്കിൽ അതിനെ എനിക്ക് സ്പ്ലിറ്റ് ചെയ്യണം. സോ സ്പ്ലിറ്റ് പോയിൻ്റ് എന്ന് പറയുന്നത്, ഞാനിപ്പോൾ സ്പ്ലിറ്റ് പോയിൻ്റ് 5, 10, 15 എനിക്ക് 3 സ്പ്ലിറ്റ് പോയിൻ്റാണ് കൊടുക്കുന്നതെങ്കിൽ 5, 10, 15 3 സ്പ്ലിറ്റ് പോയിൻ്റാണ് കൊടുക്കുന്നതെങ്കിൽ എന്താ സംഭവിക്കുക, 3 സ്പ്ലിറ്റ് പോയിൻ്റ് ഞാൻ സ്പെസിഫൈ ചെയ്യാന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അതിൻ്റെ അർത്ഥം, അതായത് 1 to 5 വരെ ഒരു ഡാറ്റ, 6 to 10 വരെ അടുത്ത ഡാറ്റ, ഓക്കെ 10 to 20 വരെ വേറൊരു ഡാറ്റ. ഓക്കെ, അങ്ങനെ നമ്മൾ സ്പെസിഫൈ ചെയ്യുന്ന സ്പ്ലിറ്റ് പോയിൻ്റ് വെച്ചിട്ട് അതിനെ ഡിവൈഡ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ടോപ്പ് ഡൗൺ ഡിസ്ക്രട്ടൈസേഷൻ. അത് റീഡ് ചെയ്തറിയാം. ഇഫ് യു ഫസ്റ്റ് കൺസിഡർ വൺ ഓർ കപ്പിൾ ഓഫ് പോയിന്റ് അല്ലെങ്കിൽ സോ കോൾഡ് ബ്രേക്ക് പോയിന്റ് ഓർ സ്പ്ലിറ്റ് പോയിന്റ് ടു ഡിവൈഡ് ദ പോസിറ്റീവ് അട്രിബ്യൂട്ട് ആൻഡ് റിപ്പീറ്റ് ദിസ് മെത്തേഡ് അപ് ടു ദ എൻഡ് ആൻഡ് ദ പ്രോസസ് ഇസ് കോൾഡ് ടോപ്പ് ഡൗൺ ഡിസ്ക്രട്ടൈസേഷൻ. നമ്മൾ ഇനിഷ്യലി ഒരു സ്പ്ലിറ്റ് പോയിന്റ് കൊടുക്കുന്നു, എന്നിട്ട് വേണമെങ്കിൽ ഇപ്പോൾ 1 to 5 എന്ന് പറഞ്ഞ വാല്യൂവിനെ വീണ്ടും സ്പ്ലിറ്റ് ചെയ്യാനായിട്ട് വേറെ സ്പ്ലിറ്റ് പോയിന്റ്, അങ്ങനെ നമുക്ക് റിക്കേഴ്സീവ്ലി സ്പ്ലിറ്റ് ചെയ്ത് പോകും. അതായത് നമുക്കിപ്പോൾ ഉള്ളത് 1 to 20 എന്ന് പറഞ്ഞ ഡാറ്റയാണ്. അതിനെ ചിലപ്പോൾ 2 ആയിട്ട് ആദ്യം സ്പ്ലിറ്റ് ചെയ്യുക, എന്നിട്ട് 2 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്ന വീണ്ടും സ്പ്ലിറ്റ് ചെയ്യാതെ അങ്ങനെ ടോപ്പ് ഡൗൺ ആയിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് ഓരോ ഇൻ്റർവെല്ലിൽ 2 വാല്യൂ ഉള്ളത് വെച്ച് വരെ എത്താനും പറ്റും. സോ അതിനാണ് ടോപ്പ് ഡൗൺ ഡിസ്ക്രട്ടൈസേഷൻ എന്ന് പറയുന്നത്. ബോട്ടം അപ്പ് ഡിസ്ക്രട്ടൈസേഷൻ എന്തായിരിക്കും? ബോട്ടം അപ്പ് ഡിസ്ക്രട്ടൈസേഷൻ എന്ന് പറയുന്നത് നമ്മൾക്ക് പറയാം, ഓരോ വാല്യൂ എന്ന് പറയുന്നതും ഓരോ സ്പ്ലിറ്റ് പോയിൻ്റ് ആണ്. സോ നമ്മൾ എന്താ വിചാരിക്കുക, അപ്പോൾ ഓരോ വാല്യൂ നമ്മുടെ കയ്യിൽ 1 to 20 ഉള്ള ഓരോ 1 എന്ന് പറഞ്ഞൊരു സ്പ്ലിറ്റ് പോയിന്റ്, 2 എന്ന് പറഞ്ഞൊരു സ്പ്ലിറ്റ് പോയിന്റ്, 3 എന്ന് പറഞ്ഞ സ്പ്ലിറ്റ് പോയിന്റ്, എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്, 1 to 2നെ മെർജ് ചെയ്യുക, അതൊരു ഇൻ്റർവെൽ ആക്കുക, 2 to 3 മെർജ് ചെയ്യുക. അത് നമുക്ക് എന്താണ് ആപ്ലിക്കേഷൻ, നമ്മുടെ പ്രോബ്ലത്തിനനുസരിച്ചായിരിക്കും നമ്മൾ ചിലപ്പോൾ അത് മെർജ് ചെയ്യുന്നത്. സോ അങ്ങനെ മെർജ് ചെയ്യുക, എന്നിട്ട് അതൊരു ഗ്രൂപ്പ്
ഗ്രൂപ്പ് ഓഫ് ഇതാക്കുക, ഒരു ഇൻ്റർവെൽ ആക്കുക. അങ്ങനെ മേർജ് ചെയ്ത് നമുക്ക് എത്ര ഇൻ്റർവെൽസ് ആണ് വേണ്ട അത്രയും ആക്കുക. സോ അതിനെയാണ് ബോട്ടം അപ്പ് എന്ന് പറയുന്നത്. ടോപ്പ് ഡൗൺ എന്ന് പറയുന്നത് നമുക്ക് സെറ്റ് വാല്യൂ വന്നിട്ടുണ്ട്, നമ്മൾ ഫസ്റ്റ് ഒരു സ്പ്ലിറ്റ് പോയിന്റ് പറയുന്നു. ഇപ്പോൾ നമ്മൾ രണ്ടായിട്ടാണ് സ്പ്ലിറ്റ് ചെയ്യാൻ പോകുന്നതെങ്കിൽ 1 to 10 ഒരു സ്പ്ലിറ്റ്, ഇപ്പോൾ 11 എന്ന് പറഞ്ഞൊരു സ്പ്ലിറ്റ് പോയിന്റ് ആണ്, 1 to 10 എന്ന് പറഞ്ഞൊരു ഇൻ്റർവെൽ ആയിരിക്കും, 10 to 20 വേറൊരു ഇൻ്റർവെൽ ആയിരിക്കും. എന്നിട്ട് നമ്മൾ 1 to 10 വീണ്ടും സ്പ്ലിറ്റ് ചെയ്ത് ഇങ്ങനെ ടോപ്പ് ഡൗണിൽ വരുന്നു. ബോട്ടം അപ്പിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന എല്ലാ വാല്യൂവിനെയും നമ്മൾ സ്പ്ലിറ്റ് പോയിന്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ഗ്രൂപ്പ് ചെയ്ത് മുകളിലേക്ക് പോകുന്നു. സോ അതിനെയാണ് നമ്മൾ ബോട്ടം അപ്പ് ഡിസ്ക്രിറ്റൈസേഷൻ എന്ന് പറയുന്നത്. പിന്നെ പറയുന്നത് ബിന്നിങ് എന്ന് പറഞ്ഞ ടെക്നിക്കാണ്, കൺസെപ്റ്റ് ഹൈറാർക്കിയാണ് പറയുന്നത്. ഓക്കെ, അതൊക്കെ ഏതൊക്കെ മെത്തേഡിലാണ് നമുക്കിവിടെ ഡാറ്റ ഡിസ്ക്രിറ്റൈസേഷൻ നടക്കുക എന്ന് പറയുകയാണ്. സോ അതിൽ ഫസ്റ്റ് ടെക്നിക്ക് ഇസ് ബിന്നിങ്. ബിന്നിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് നമ്മുടെ ഒറിജിനൽ ഡാറ്റ വാല്യൂവിനെ സ്മോൾ ഇൻ്റർവൽസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അതായത് നമ്മൾ ഓരോ ബിൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. സോ അതിനാണ് ബിന്നിങ് എന്ന് പറയുന്നത്. അതായത് ദ ഒറിജിനൽ ഡാറ്റ വാല്യൂ ആർ ഡിവൈഡ് ഇൻ സ്മോൾ ഇൻ്റർവൽ നോൺ എസ് ബിൻ ആൻഡ് ദെൻ ദേ ആർ റീപ്ലേസ്ഡ് ബൈ ജനറൽ വാല്യൂ കാൽക്കുലേറ്റഡ് ഫോർ ദാറ്റ് ബിൻ. This has a smoothing effect on the input data and may also reduce the chance of overfitting the ഇൻ ദ കേസ് സ്മോൾ. അതായത് നമ്മളുടെ കുറച്ച് ഇൻഫർമേഷൻ അല്ലെങ്കിൽ നമ്മൾക്ക് തന്നിരിക്കുന്ന ഡാറ്റേനെ നമ്മൾ ഡിഫറെൻറ്റ് ബിൻസ് ആക്കി ഡിവൈഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മുടെ ഡാറ്റേനെ ഗ്രൂപ്പ് ചെയ്യുന്നു. എന്നിട്ട് ഓരോ ഇൻ്റർവെൽ അല്ലെങ്കിൽ ഓരോ ഗ്രൂപ്പിനെ നമ്മൾ പറയുന്നത് ബിൻ എന്നാണ് പറയുന്നത്. ഇപ്പം നമുക്ക് 1 to 20 വരെ ഡാറ്റ ഉണ്ടെങ്കിൽ 1 to 5 എന്ന് പറഞ്ഞത് 1 2 3 4 5 ഒരു ബിന്നായിരിക്കും. സോ അങ്ങനെ ഡിഫറെൻറ്റ് ക്ലാസിഫൈഡ് അല്ലെങ്കിൽ ആ ഒരു ഡാറ്റേനെ സ്പ്ലിറ്റ് ചെയ്ത് വെക്കുന്നു. എന്നിട്ട് ആ ഓരോ സ്പ്ലിറ്റ് ചെയ്ത ഡാറ്റ എലമെൻറ്റ്സിനെ നമ്മൾ പറയുന്ന ബിൻസ് എന്നാണ്. അതിന് എക്സാമ്പിൾ ഞാൻ പറഞ്ഞാൽ, അതിൽ ഫസ്റ്റ് വൺ ഈസ് ഈക്വൽ ഫ്രീക്വൻസി ബിൻഡിങ്. ഈക്വൽ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾക്ക് തന്നിരിക്കുന്ന 1 to 20 എന്ന് പറഞ്ഞ ഡാറ്റേനെ സ്പ്ലിറ്റ് ചെയ്യുന്നു പറഞ്ഞല്ലോ. ഈ സ്പ്ലിറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഓരോ ബിന്നും നമ്മൾ ഡാറ്റേനെ സ്പ്ലിറ്റ് ചെയ്ത ഡാറ്റേനെ നമ്മൾ ബിന്നെന്നാണല്ലോ പറയുന്നത്. സോ സ്പ്ലിറ്റ് ചെയ്ത ആ ഡാറ്റയിൽ ഉള്ള എലമെൻറ്റ്സ് എന്ന് പറയുന്നത് എല്ലാം ഈക്വൽ ഫ്രീക്വൻസീസ് ആയിരിക്കണം. ഞാൻ പറഞ്ഞുതരാം. അതായത് ഇപ്പോൾ ഇവിടെ ഓക്കെ, ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. എക്സാമ്പിളിൽ എന്താ പറയുന്നതെന്ന് നോക്ക്. എക്സാമ്പിളിൽ ഇപ്പോൾ ഏജ് ആണ് പറയുന്നത്. ഏജ് എന്ന് പറയുന്നത് നമ്മൾ ഈക്വൽ ബിന്നാക്കി ഡിവൈഡ് ചെയ്തു. അതായത് 10 to 60 എന്ന് പറഞ്ഞ ഒരു ബിന്നാണ്, 17 to 30 എന്ന് പറഞ്ഞ ഒരു ബിന്നാണ്, 31 to 48 എന്ന് പറഞ്ഞത് നമ്മൾ ഇൻ്റർവെലായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടല്ലോ, അതൊക്കെ ഒരു ബിന്നാണ്. ഓക്കെ, ഫസ്റ്റ് ഇൻ്റർവെൽ എന്ന് പറഞ്ഞ ഒരു ബിന്നാണ്, സെക്കൻഡ് ഇൻ്റർവെൽ എന്ന് പറഞ്ഞ ഒരു ബിൻ, തേർഡ് ഇൻ്റർവെൽ ഒരു ബിൻ, ഫോർത്ത് ഇൻ്റർവെൽ ഒരു ബിൻ. ഈക്വൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഈ ഓരോ ബിന്നിലും നമുക്ക് ഈക്വൽ നമ്പർ ഓഫ് ഡാറ്റാസേ പാടുള്ളൂ. അതായത് ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇൻ്റർവെൽ നോക്കൂ, 10 to 60 എന്ന് പറഞ്ഞ ഇൻ്റർവെൽ എത്ര എലമെൻറ്റ്സ് ഉണ്ട്? 10, 15, 16. ഈ 3 ഏജ് ഗ്രൂപ്പാണ് 10 to 60 എന്നുള്ളതിലുള്ളത്. പിന്നെ 17 to 30 എന്ന് പറഞ്ഞ ഏജ് ഗ്രൂപ്പിൽ എത്ര ആ ഒരു ഇൻ്റർവെൽ എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ബിന്നാണ്. അതിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ട്? 18, 20, 30, 3 എലമെൻറ്റ്സ്. സോ ഇവിടെ ഫ്രീക്വൻസി 3 എലമെൻറ്റ് വിത്ത് ഫ്രീക്വൻസി 3, അതായത് ഒരു ബിന്നിൽ 3 എലമെൻറ്റേ പാടുള്ളൂ. സോ അങ്ങനെ വെച്ചിട്ടാണ് നമ്മുടെ ബിന്നിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. സോ അതിനെയാണ് നമ്മൾ ഈക്വൽ ഫ്രീക്വൻസി ബിന്നിങ് എന്ന് പറയുന്നത്. പിന്നെ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈക്വൽ വിഡ്ത്ത് ബിന്നിങ് ആണ്. ഈക്വൽ വിഡ്ത്ത് ബിന്നിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇക്വേഷൻ വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യാണ്. W = മാക്സ് മൈനസ് മിൻ ബൈ എക്സ് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇപ്പം നമ്മളിവിടെ ഏജ് ഗ്രൂപ്പ് പറഞ്ഞല്ലോ. സോ ഏജ് ഗ്രൂപ്പ് പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ ഇത് കൺസിഡർ ചെയ്ത് നോക്കുക. ഇപ്പോൾ ഏജ് ഇതിനെയാണ് എനിക്കിപ്പോൾ ഡിവൈഡ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ഇവിടെ ഡിവൈഡ് ചെയ്തിരിക്കുന്ന ഫ്രീക്വൻസി വെച്ചിട്ടാണ്. ഇനി വിഡ്ത്ത് വെച്ചിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇക്വേഷൻ വെച്ചിട്ടാണ്. അതായത് മാക്സ് മൈനസ് മിൻ ബൈ എക്സ്. ഓക്കെ, മാക്സ് എക്സ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് കാറ്റഗറി. നമുക്ക് എത്ര കാറ്റഗറി വേണം? ഇവിടെ നമ്മൾ 4 കാറ്റഗറി ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ നമുക്ക് ഇവിടെ ഡിവൈഡ് ചെയ്യാൻ എത്ര കാറ്റഗറി വേണം, അതാണ് എക്സ് എന്ന് പറഞ്ഞാൽ. മാക്സ് എന്ന് പറഞ്ഞാൽ ഇതിലുള്ള മാക്സിമം വാല്യൂ. ഇപ്പോൾ ഈ എക്സാമ്പിളിലെ മാക്സിമം വാല്യൂ എന്ന് പറഞ്ഞാൽ 55 ആണ്, മിനിമം വാല്യൂ എന്ന് പറഞ്ഞാൽ 10 ആണ്. സോ ഈ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഡബ്ല്യൂയുടെ വാല്യൂ കിട്ടും. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതായത് മിൻ നമ്മുടെ ഫസ്റ്റ് ഇൻ്റർവെൽ എന്ന് പറയുന്നത് ഇതായിരിക്കും.
നമുക്ക് ഇതായിരിക്കും ഫസ്റ്റ് ഇൻ്റർവെൽ. നമുക്ക് ഡബ്ല്യൂയുടെ വാല്യൂ കിട്ടിയല്ലോ, അതായത് മിനിമം എന്ന് പറഞ്ഞാൽ 10 സോ 10 മുതൽ 10 പ്ലസ് W-1 എന്ന് പറയുകയാണ് ഫസ്റ്റ് ഇൻ്റർവെൽ. സോ അങ്ങനെ നമ്മൾ ഇൻ്റർവെൽ മാക്സിമം വരെ ഡിവൈഡ് ചെയ്തുകൊണ്ടിരിക്കും. സോ അത് കാണണമെങ്കിൽ നിങ്ങൾക്ക് ഇത് ഈ എക്സാമ്പിൾ നോക്കിയാൽ കാണാൻ പറ്റും. നമുക്ക് ഇവിടെ കിട്ടിയ ഡബ്ല്യൂൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ എക്സ് വാല്യൂ. നേരത്തെ എടുത്ത എക്സാമ്പിളിലെ പോലെ തന്നെയാണ് എക്സ് വാല്യൂ വന്നേക്കുന്നത്. എന്നിട്ട് ഡബ്ല്യൂ എന്ന് പറയുന്നത് എൻ്റെ വാല്യൂ ഇവിടെ കൊടുത്തിട്ടുണ്ട് 12 ആണ്. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ 4 ഇൻ്റർവെല്ലായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഓക്കെ, മിൻ എന്ന് പറഞ്ഞാൽ 10 ഏറ്റവും മിനിമം വാല്യൂ 10 സോ 10 10 മുതൽ മിൻ പ്ലസ് W-1 അതായത് 21 വരെ ഒരു ഇൻ്റർവെൽ. നെക്സ്റ്റ് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന 22 മുതൽ 33 വരെ, അങ്ങനെ 4 ഇൻ്റർവെല്ലായിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, സോ അതൊന്ന് നോക്കുക. ഇതാണ് നമ്മൾ ബിന്നിങ് ടെക്നിക്സ് എന്ന് പറയുന്നത്. സോ അതിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ 4 ഇൻ്റർവെല്ലായിട്ട് അല്ലെങ്കിൽ 4 ബിൻസായിട്ട് നമുക്ക് കിട്ടി. ഓക്കെ, ഇനിയുള്ളത് ഹിസ്റ്റോഗ്രാമാണ്. ഹിസ്റ്റോഗ്രാം എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചായിരുന്നു നേരത്തെ, ഡാറ്റ വാല്യൂവിനെ ഒരു ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്യുന്നതിനാണ് ഹിസ്റ്റോഗ്രാം എന്ന് പറയുന്നത്. അത് നമുക്ക് ഈക്വൽ ഫ്രീക്വൻസി പാർട്ടീഷനിങ് ഉണ്ട്, ഈക്വൽ വിഡ്ത്ത് ഉണ്ട്, ക്ലസ്റ്ററിങ് ഉണ്ട്. അതായത് നമുക്ക് ഹിസ്റ്റോഗ്രാമിനെ അല്ലെങ്കിൽ ആ ഒരു ഡാറ്റ മോഡലിലേക്ക് നമ്മുടെ ഡാറ്റാനെ റെപ്രസെൻറ്റ് ചെയ്യാൻ 3 മെത്തേഡ് ഉണ്ട്. ഈക്വൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത് അതായത് നമ്മൾ നമ്മുടെ ഡാറ്റ വാല്യൂവിനെ അതായത് ഡാറ്റ വാല്യൂവിനെ അല്ലെങ്കിൽ നമ്മുടെ ഡാറ്റേനെ ഈക്വൽ ഫ്രീക്വൻസി വെച്ചിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യുന്നതിനാണ് അതിനെ ഈക്വൽ ഫ്രീക്വൻസി പാർട്ടീഷനിങ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഈക്വൽ വിഡ്ത്ത്. എക്സ് ആക്സിസിലുള്ള ഡാറ്റേൻ്റെ വിഡ്ത്ത് സെയിം ആയിരിക്കും, നമ്മൾ പാർട്ടീഷൻ ചെയ്യുമ്പോൾ വിഡ്ത്ത് സെയിം ആയിരിക്കും. അല്ലെങ്കിൽ ക്ലസ്റ്ററിങ് ടെക്നിക് വെച്ചിട്ട് നമുക്ക് ഹിസ്റ്റോഗ്രാമിനെ റെപ്രസെൻറ്റ് ചെയ്യാം. നെക്സ്റ്റ് വൺ ഈസ് എൻട്രോപ്പി ബേസ്ഡ് ഡിസ്ക്രിറ്റൈസേഷൻ ആണ്. ഓക്കെ,